ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോഡിംഗ് ലോകം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാസ്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഫാസ്റ്റ് സ്റ്റാർട്ടപ്പ് നെയിം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ, ഇൻഫൈനൈറ്റ് സ്ക്രോളിംഗ് കൊടുക്കാനാണ് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിൽ ഒരു സ്റ്റാർട്ടപ്പ് നെയിം ഒരു പേര് മാത്രമേ കാണുന്നു. ഇതിന് പകരം മൾട്ടിപ്പിൾ പേര്, ഇൻഫൈനൈറ്റ് സ്ക്രോളിംഗ്. ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മൾ ഇവിടെ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റി നമുക്ക് സ്റ്റേറ്റ്ഫുൾ ആക്കണം. സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. എന്താണ് സ്റ്റേറ്റ്ലെസ്, എന്താണ് സ്റ്റേറ്റ്ലെസ് മീൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്സ് ആർ ഇമ്മ്യൂട്ടബിൾ. അതായത് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിന്റെ വാല്യൂ ആ ഒരു വിഡ്ജറ്റ് മരിക്കുന്നത് വരെ, അതായത് എൻ്റെ ഇന്നതിന്റെ ലൈഫ് കഴിയുന്നത് വരെ അതിന്റെ വാല്യൂസ്, പ്രോപ്പർട്ടീസ് ഒന്നും മാറില്ല. ദ വേരിയബിൾസ് ആർ ഫൈനൽ. സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിനെ മാറ്റി സ്റ്റേറ്റ്ഫുൾ ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആവുന്ന സമയത്ത് ആ ഒരു വിഡ്ജറ്റ് അതിന്റെ സ്റ്റേറ്റിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് മ്യൂട്ടബിൾ ആണ്, അതിന്റെ വാല്യൂസ് ചേഞ്ച് ആവും. സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായി നമ്മൾ STFUL. അപ്പോൾ ഇങ്ങനെ STFUL എന്നടിക്കുന്ന സമയത്ത് തന്നെ ഫ്ലട്ടർ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് എന്ന പേര് ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എൻ്റർ ചെയ്യുക. അതിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് ക്ലാസ് ക്രിയേറ്റ് ആവും. ഒന്ന് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും ഒന്ന് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ രണ്ട് ക്ലാസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോൾ ഈ മൈ വിഡ്ജറ്റ് എന്നതിന് പകരം നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു പേര് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ വേർഡ് പെയർ എന്നോ എങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ മൈ വേർഡ് പെയർ ഇങ്ങനെ ഒരു പേര് ആക്കി കൊടുക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഈ ഒരു പേര് മാറിയിട്ടുണ്ടാവും. ഇത് സെലക്ട് ആയിട്ട് വെച്ചിട്ടുള്ള എല്ലാ സ്ഥലത്തും എല്ലാ കോഡിലും ഈ ഒരു മൈ വേർഡ് പെയർ എന്നായി മാറിയിട്ടുണ്ടാവും. ഇനി പുറത്ത് ക്ലിക്ക് ചെയ്യുക, എന്ന് സേവ് ചെയ്യുക. പിന്നെ ഈ ഒരു മൈ വേർഡ് പെയർ ആയിട്ടുള്ള സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ് ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, മൈ വേർഡ് പെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. ഈ അണ്ടർസ്കോർ ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ സെക്യൂർ ആക്കാൻ വേണ്ടി, അതായത് ഈ ഒരു ക്ലാസ് ഈ ഒരു ലൈബ്രറിയിൽ മാത്രമേ കിട്ടാൻ പാടുള്ളൂ, അത് സേഫ് ആണ്. ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്ന ഈ അണ്ടർസ്കോർ. സ്റ്റേറ്റ് വിഡ്ജറ്റിനെല്ലാം സ്റ്റേറ്റ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഒരു അണ്ടർസ്കോർ, ആ ക്ലാസിന്റെ പേര് തുടങ്ങുമ്പോൾ ഒരു അണ്ടർസ്കോർ ഇട്ടിട്ടാണ് തുടങ്ങാറ്. അതാണ് റെക്കമെൻഡിങ്, അവർ പറയുന്ന റെക്കമെൻഡിങ് വേ. ഡാർക്ക് ലാംഗ്വേജിൽ ഈ ഒരു അണ്ടർസ്കോർ എൻഫോഴ്സസ് പ്രൈവസി എന്നാണ് പറയുന്നത്. മീൻസ് ഈ അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് ഈ ഒരു ലൈബ്രറിയിൽ മാത്രമേ കിട്ടുള്ളൂ, പുറത്തേക്ക് വിസിബിൾ ആവില്ല എന്നാണ് ഇതുകൊണ്ട് ഈ അണ്ടർസ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഈ മൈ ആപ്പ് ക്ലാസ്സിൽ ബോഡി ആയിട്ട് ഈ ഒരു മൈ വേർഡ് പെയർ സെറ്റ് ചെയ്യണം. ഈ ഒരു ക്ലാസ് അതിനു മുമ്പേ ഈ ഒരു സ്റ്റേറ്റ് ക്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ക്ലാസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ബിൽഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ആക്കേണ്ടതായിട്ട്, ഈ റിട്ടേൺ കണ്ടെയ്നറിന് പകരം നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഈ വേർഡ് പെയർ ജനറേറ്റ് ആക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിൽ ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വേർഡ് പെയർ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു താഴെട്ടു. ആൻഡ് ദ കണ്ടന്റ് വിൽ ബി ടെക്സ്റ്റ് വേർഡ് പെയർ ആസ് പാസ്കൽ. ഇതായിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ള വിഡ്ജറ്റ് ആയിരിക്കും റിട്ടേൺ ആയി വരിക. സോ വി ആർ ഗോയിങ് ടു ചേഞ്ച് ദ ബോഡി ഓഫ് ദി മൈ ആപ്പ് ക്ലാസ് ടു മൈ വേർഡ് പെയർ. അപ്പോൾ ഈ ഒരു മൈ ആപ്പിന്റെ ചൈൽഡ് നമ്മൾ ടെക്സ്റ്റ് വേർഡ് പെയർ ഡോട്ട് ആസ് പാസ്കൽ കേസ് എന്ന് മാറ്റി മൈ വേർഡ് പെയർ എന്നാക്കി മാറ്റുന്നു. ഇവിടെ എന്തോ എറർ വന്നിട്ടുണ്ട്. പ്രിഫർ കോൺസ്റ്റ് വിത്ത് കോൺസ്റ്റന്റ് കൺസ്ട്രക്ട്. അപ്പൊ സോ നമ്മൾ ഇവിടെ കോൺസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇവിടെ അല്ല കോൺസ്റ്റ് വേണ്ടത്, ഈ സെന്ററിന് മുമ്പിലായിരിക്കും കോൺസ്റ്റ് എന്ന ഒരു കീവേഡ് ആവശ്യമായി വരിക. അപ്പോൾ ഈ എറർ പോയി, മൈ വേർഡ് പെയർ ആയിരിക്കും റിട്ടേൺ ആവുക. പ്ലസ് ഈ ഒരു ബോഡി നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആക്കി മാറ്റി. ദെൻ വി ആർ ഗോയിങ് ടു റൺ ദ ആപ്ലിക്കേഷൻ. ഇവിടെ ഈ ഒരു വേർഡ് പെയർ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ നമ്മൾ വേർഡ് പെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു നീല അണ്ടർലൈൻ ആയിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു ലൈൻ ഇവിടെ നിന്ന് എടുത്ത് കളയാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. സെയിം സംഭവം, അത്രേ ഉള്ളൂ. നമ്മൾ കാര്യമായിട്ട് ആപ്ലിക്കേഷനിൽ സ്ക്രോളബിൾ വ്യൂവിലോട്ട് എത്തിയിട്ടില്ല. നമ്മൾ ഈ ഒരു വിഡ്ജറ്റിന് സ്റ്റേറ്റ് കൊടുത്തു. സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു വ്യൂവിലോട്ട് പോവാം, അതിന്റെ കോഡിലോട്ട്. അതെങ്ങനെ ചെയ്യും എന്ന്
എന്നുള്ള ആ ഒരു ഇതിലോട്ട് നമുക്ക് പോവാം. സോ ഈ മൈ വേർഡ് പെർ സ്റ്റേറ്റിനെ, അതായത് നമ്മൾ സ്റ്റേറ്റ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത ഈ ക്ലാസ്സിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും ഫോർ ലിസ്റ്റിംഗ് ദ വേർഡ്സ്, ദ റാൻഡം വേർഡ്സ്. ഫസ്റ്റ് നമ്മൾ സജഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ആഡ് ചെയ്യാം. ഫൈനൽ ആയിട്ടുള്ള ഒരു സജഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ. ഇതിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞത് വേർഡ് പെയർ ആയിരിക്കും, വേർഡ് പെയർ എന്ന ക്ലാസ് ആയിരിക്കും. പിന്നെ ഫോണ്ട് സൈസ്, അതായത് ഫോണ്ടിന് വേണ്ടി നമ്മളൊരു വേരിയബിൾ കൂടെ, ഫൈനൽ അണ്ടർസ്കോർ ഫോണ്ട് ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള വിഡിജറ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ഇതിൽ കുറച്ച് ആട്രിബ്യൂട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം, കളർ കൊടുക്കാം, എത്ര സൈസ് വേണ്ട എന്നുള്ള കുറച്ച് ഫോണ്ടിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ, കുറച്ച് പ്രോപ്പർട്ടീസ് ആയിട്ട് കുറച്ച് വേരിയബിൾസ് നമുക്ക് ഈ ഒരു വിഡ്ജറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് ഇടുന്നുണ്ട്, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വിഡ്ജറ്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ക്ലാസ് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടുന്നതായിരിക്കും. സോ ഈ ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ വിഡ്ജറ്റിൽ നമ്മൾ ഫോണ്ട് സൈസ് മാറ്റുന്നുണ്ട്. ഫോണ്ട് സൈസ് നമുക്കൊരു 20 ഇടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലിസ്റ്റ് വ്യൂ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലിസ്റ്റ് വ്യൂ വിഡ്ജറ്റ് ആയിരിക്കും ഈ സജസ്റ്റ് ആയിട്ടുള്ള വേർഡ് പെയർസ് ലിസ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് വ്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ എന്ന് പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്ടർ വെച്ചിട്ടാണ് മൈ വേർഡ് പെയർ സ്റ്റേറ്റ് എന്ന ക്ലാസിൻ്റെ ഉള്ളിൽ റിട്ടേൺ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ, അതിൻ്റെ ഉള്ളിൽ ഒരു ഐറ്റം ബിൽഡർ ആണ് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യേണ്ടത്. ഈ ഐറ്റം ബിൽഡർ ഒരു കോൾ ബാക്ക് ആണ്, ഒരു അനോണിമസ് ഫംഗ്ഷനെ പോലെ വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. ഇത് വിളിക്കുന്ന സമയത്ത് 2 പാരാമീറ്റർ പാസ് ചെയ്യണം. ഒന്ന് ബിൽഡ് കോണ്ടക്സ്റ്റും, രണ്ടാമത്തേത് ഒരു ഇറ്ററേറ്റർ, റോ ഇറ്ററേറ്റർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊടുത്ത കോണ്ടക്സ്റ്റ് ഒരു ബിൽഡ് കോണ്ടക്സ്റ്റ് ആണ്. ബിൽഡ് കോണ്ടക്സ്റ്റ് ആൻഡ് ഐ ഇസ് ദ റോ ഇറ്ററേറ്റർ. അപ്പോൾ ഐന്റെ വാല്യൂ 0-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓരോ സമയം ഇത് വിളിക്കുന്നതിനനുസരിച്ച് ഇത് ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഒരു റോക്ക് ഈ ഐന്റെ വാല്യൂ 2 വെച്ച് ഇൻക്രിമെന്റ് ആവും. അതായത് ഫസ്റ്റ് വൺ ഫോർ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ഡിവൈഡർ, ദെൻ സെക്കൻഡ് വൺ ഫോർ ആ ഒരു വേർഡ് പെയർ. അപ്പോൾ ഇവിടെ ഓഡ് നമ്പർ ആണ്, ഈ ഐന്റെ വാല്യൂ ഓഡ് നമ്പർ ആണ്, അതായത് 1 ആണ് 3 ആണ് എന്നൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഡിവൈഡർ ആയിട്ടുള്ള വിഡ്ജറ്റ് ആയിരിക്കും ഈ ഒരു ഫംഗ്ഷനിൽ, ഈ ഒരു ബിൽഡറിൽ റിട്ടേൺ കൊടുക്കുക. അപ്പോൾ ഒരു ഡിവൈഡർ മീൻസ് ഒരു ലൈൻ ബ്രേക്ക് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ റിട്ടേൺ കോൺസ്റ്റ് ഡിവൈഡർ, ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആകുന്ന സമയത്ത് ഡിവൈഡർ റിട്ടേൺ ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റോന്റെ നമ്പർ, എത്രാമത്തെ റോ ആണ് എന്ന് ഉള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇൻഡെക്സ് എന്നുള്ള വേരിയബിൾ എത്രാമത്തെ റോ ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഡെക്സ് മേ ബി ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 0 ആയിരിക്കും, സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 1 ആയിരിക്കും, ആ രീതിക്ക്. അപ്പൊ ഇവിടെ ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻഡെക്സിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഐ ട്രൈഡ് ഓപ്പറേഷൻ /2, അതായത് I divided by 2 എന്നിട്ട് അതൊരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ആയി കൊടുക്കും. മീൻസ് ഇറ്റ് വിൽ ബിക്കംസ്, ദ വാല്യൂ വിൽ ബിക്കംസ് ഫോർ എക്സാമ്പിൾ 1 2 3 4 5 ചേഞ്ചസ് ടു 0 1 1 2 2. അതേപോലെ 1-ന് 0 വരും, 2-ക്ക് 1 വരും, 3-ക്ക് 1 വരും, 4-ക്ക് 2 വരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓരോ എത്രാമത്തെ റോ ആണ് നമുക്ക് കറക്റ്റായിട്ട് ഇൻഡെക്സിൽ കിട്ടും ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇൻഡെക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സജഷൻ ഡോട്ട് ലെങ്ത്, അതായത് ഇൻഡെക്സ്, അതായത് എത്രാമത്തെ റോ, ഈ റോ 10-ലധികമാണെങ്കിൽ, ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സജഷൻ ഡോട്ട് വാല്യൂ, അത് സജഷൻ എന്നുള്ള അറേന്റെ വാല്യൂ 10-ൽ കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു സെറ്റ് വേർഡ്സ് നമ്മൾ ആ ഒരു അറയിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ അതായത് ഇൻഫൈനൈറ്റ് ആയിട്ട് ആഡ് ചെയ്യാനാണല്ലോ. ഫോർ എക്സാമ്പിൾ 10 ആയി, 10 നമ്മൾ റോ സ്ക്രോൾ ചെയ്ത് 10, അപ്പോൾ അടുത്ത 10 വരാനും വേണ്ടിയിട്ട് ഉള്ള കോഡാണിത്. അപ്പോൾ ഇൻഡെക്സ് 10-ലധികമായിട്ടുണ്ടെങ്കിൽ 20 ആവും. ആ സമയത്ത് എത്രാമത്തെ 20-ാമത്തെ റോ ആണ് ഇൻഡെക്സ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സജഷൻ. അപ്പോൾ സജഷന്റെ കൗണ്ട് 20 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് 20 റോ എത്തി. അപ്പോൾ സജഷന്റെ കൗണ്ട് എത്ര ലെങ്ത് 20 ആണ് എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. ആ ഒരു സെറ്റും കൂടെ ആ ഒരു സജഷൻ എന്നുള്ള അറേക്ക് ആഡ് ചെയ്യാനുള്ള കോഡാണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. ഇനി നമ്മൾ ടെക്സ്റ്റ് എന്ന വിഡ്ജറ്റ് വെച്ചിട്ട് ആ ഒരു വാല്യൂസ്, അതായത് ഓരോ റോയും റിട്ടേൺ ചെയ്യണം. സജഷൻ ഓഫ് ഇൻഡെക്സ് മീൻസ് ആ ഒരു കീ, അതായത് ആ ഒരു ലൂപ്പ് പോലെ വർക്ക് ചെയ്യണല്ലോ, ആ ഒരു സംഭവം ഓരോ റോയും റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ സമയത്തും, ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ മൾട്ടിപ്പിൾ റോസ് ലിസ്റ്റായി വരണം, സ്ക്രോളബിൾ വ്യൂവിൽ വരുത്താനും വേണ്ടിയിട്ടുള്ള
ഒരു വിഡ്ജറ്റ് ആ ഒരു വിഡ്ജറ്റ് ആ ടെക്സ്റ്റ് എന്ന വിഡ്ജറ്റ് ഓരോ സമയത്തും റിട്ടേൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു വേർഡ് പെയറിങ്ങിന്റെ എൻഡിലെത്തി, അതായത് 10 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തൊരു 10 കൂടി ആഡ് ചെയ്യും. ആ ഒരു കോഡ് വരുന്നത് സജഷൻ ഡോട്ട് ആഡ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈനിലോ, അതാണ് ആ സംഭവം. വീണ്ടും ഒരു 10 ആ ഒരു സജഷനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തോ എറർ കാണിക്കുന്നുണ്ട്, ഒരു സെമി കോളൻ എന്തോ എറർ വരുന്നുണ്ട്. അപ്പോൾ എക്സ്പെക്റ്റഡ് സെമി കോളൻ, അവിടെ ഒരു സെമി കോളൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിൽഡ് സക്സസ്ഫുള്ളി, ദെൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ആ ഒരു സ്ക്രോൾ വ്യൂ നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് എന്നുള്ള ഒരു പോർട്ടറിയിലൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് എന്ന ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഈ ഒരു സ്ക്രോൾ വ്യൂ. കറക്റ്റായിട്ട് പേര് ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് വൃത്തിയിൽ ഒരു പാഡിംഗ് ഒക്കെ വെച്ച് അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ആക്കണം. ഇത് നമുക്ക് ജസ്റ്റ് കമന്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ലെങ്ത് suggestion less than or equal to rows, then create more word pair and adds to the array. ആ ഒരു കാര്യമാണ് താഴെയുള്ള 3 ലൈൻ കോഡിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ കാണുന്നത് ഈ ഒരു സ്ക്രോൾ വ്യൂ ആണ്. ഇത് നമുക്കൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ ഈ ഫോണ്ട് ഉപയോഗിച്ച് ഈ സ്ക്രോൾ വ്യൂ, ആ ഫോണ്ട് നമ്മൾ കൊടുത്തല്ലോ, ഒരു ഫോണ്ട് വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോണ്ടിന്റെ സൈസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിലെ ടെക്സ്റ്റ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു വ്യൂ നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഇനി നമ്മൾ ലിസ്റ്റ് ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഡ്ജറ്റ് ഉണ്ട്. ആ ഒരു വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ ഒന്ന് വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ടൈലിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റൈൽ കൂടെ, അതായത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഫോണ്ടിന്റെ സ്റ്റൈൽ കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കോഡ് മാറ്റിയാണ്. ആ മാറ്റി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ആ സ്ക്രോൾ വ്യൂ വൃത്തിയായത് കണ്ടു. ലിസ്റ്റ് സ്റ്റൈലിന് ടൈറ്റിൽ നമ്മൾ ആഡ് ചെയ്തത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഡ്ജറ്റ് ആണ്. ടൈറ്റിലായിട്ട് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു ടെക്സ്റ്റിന്റെ ഉള്ളിൽ കൊടുക്കുന്നത് ആ ഒരു സജഷൻസും പിന്നെ കൊടുക്കുന്നത് സ്റ്റൈലുമാണ്. ഇതാണ് നമ്മളുടെ സ്ക്രോളബിൾ വ്യൂ. സ്ക്രോളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു എൻഡ് ഓഫ് ദ ആ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ, മീൻസ് ഒരു 10 വേർഡ് കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 വേർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സജഷന്റെ അറേന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ ഒരു ഇൻഫൈനിറ്റ് സ്ക്രോൾ ഇത് വർക്കാവും. ഇൻഫൈനിറ്റ് സ്ക്രോൾ പോലെ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കാവും. ഇനി നമുക്ക് ഈ ഒരു ടൈറ്റിൽ ആയിട്ടുള്ള കാര്യത്തിലോട്ട് നമുക്ക് ആ ഒരു റോന്റെ കൗണ്ട്, എത്രാമത്തെ റോന്റെ നമ്പർ, സീരിയൽ നമ്പർ പോലെ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ അല്ലേ. അപ്പോൾ ഈ ഇൻഡെക്സ് വെച്ചിട്ടാണ്, ഈ ഇൻഡെക്സ് എന്ന വേരിയബിൾ ആണ് നമ്മളിവിടെ ഈ ഒരു വേർഡ് പെയറിന്റെ കൂടെ, മീൻസ് ഈ ഒരു സ്റ്റാർട്ടപ്പ് നെയിമിന്റെ കൂടെ ഇൻഡെക്സ് എന്നുള്ള വേരിയബിൾ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഒരു ഇൻഡിജർ ആണ്. അപ്പോൾ ഇൻഡിജർ പ്ലസ് ഒരു സ്ട്രിങ് വരുന്ന സമയത്ത് അങ്ങനെ ആ ഒരു സ്ട്രിങ്ങിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഇൻഡെക്സ് വേരിയബിളിനെ നമ്മൾ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യണം. ടു സ്ട്രിങ് എന്ന് വെച്ച് ചെയ്തപ്പോഴാണ് ഇത് വർക്കായത്. അപ്പോൾ ടു സ്ട്രിങ്ങിനെ പ്ലസ് ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്ട്രിങ് ആഡ് ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സ്ട്രിങ്ങിലോട്ട് കോൺകാറ്റ് ചെയ്ത് ആ ഒരു ഇൻഡെക്സ് വന്നിട്ടുണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ 0 മുതൽ ഇൻഡെക്സിന്റെ നമ്പർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഓരോ നമ്പർ ഇത് ഇൻക്രിമെന്റ് ആവുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 30, 31 അങ്ങനെ കുറേ വേർഡ് ജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു സജഷനിലോട്ട് പോകും. എന്നിട്ട് ആ സജഷൻ ഓരോന്നായിട്ട് റിട്ടേൺ ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇൻഫൈനിറ്റ് സ്ക്രോൾ വ്യൂ നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഏവർക്കും വണക്കം.